ദിലീപ് എന്ന വ്യക്തിയുടെ പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ എന്തുവാ? നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കരുത്. എന്നെ കാമുകം മരിച്ചിട്ടില്ല. ആദ്യമായി പ്രണയിച്ച ഒരു കുട്ടിയുടെ പേര് പറയാൻ പറയും. പേര് ഞാൻ പറയില്ല. എനിക്ക് ആദ്യം തോന്നിയ നമുക്ക് ഫസ്റ്റ് ക്രഷ് ഉണ്ടാവാന്ന് അറിയില്ലേ, ഒന്ന് സംസാരിക്കാൻ പറ്റിയത്. ഇസ് ദിസ് ഗോപാലകൃഷ്ണൻ? ഞാൻ ഇന്ന ആളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഒരു പ്രൈം ടൈം ചർച്ചയിൽ സിനിമ മാറി ദിലീപ് മാറിയിട്ടില്ല. കാണാത്ത ഒരാൾ വായി തോന്നുന്നു പറഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെ എന്ത് പറയാനാണ്? അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി എന്റെ മെക്കട്ടേക്ക് കയറുന്നതല്ലാതെ അതങ്ങനെ അതിന്റെ വഴി കിടക്കും. ഇതെല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങിയില്ലേ ജനങ്ങൾ? ഞാൻ വിനീതിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ പക്ക ഓക്കെ പറഞ്ഞ ആള് വിനീതാണ്, ഞാനല്ല. എന്ന് പറഞ്ഞ് പാൻറ് കീറിപ്പോയി. ഞാൻ ടക്കെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത് എന്റെ ബാക്കിൽ രണ്ട് നായകന്മാരെ തക്കറന്ന്. ഞാൻ ക്യാമറ റണ്ണില്ല നോക്കുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കണ്ട, ഇവര് ഇങ്ങനെ നിൽക്കണം. ഹലോ, നിങ്ങളെ ഷൂട്ടിൽ നിന്ന് എവിടെ നോക്കി നിന്നേ? എന്താ ഒന്നും അറിയാത്ത പോലെ അച്ഛൻ എന്തേ കാണിക്കണ? എല്ലാവരും കാണല്ലേ ഡ്രസ് തുമ്മിയിട്ട് വീഴൂല്ലേ? ആ സമയത്ത് ഇത് പട്ടി ഞാൻ ആ സമയത്ത് ഇവള് ഒരൊറ്റ ചിരിയിരിച്ചു. പിന്നെ ഇവക്ക് തോന്നി അവളുടെ അച്ഛൻ വീണപ്പോ ചിരിച്ചത് തെറ്റായി. അപ്പൊ ഐ എം സോറി അമ്മ, ഞാൻ അതിനല്ല ചിരിച്ചത്, അത് എനിക്ക് ഹേർട്ട് ചെയ്തു. ഈ ടീപ്പോയുടെ 4 കാല് ഇങ്ങനെയായിട്ട് ടീച്ചർ പറഞ്ഞു ചോദിച്ചു. ഞാൻ ഒരു ചിരി ഇരിച്ചു. ബാക്കി എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കുക. മീശമാധവനിൽ അന്ന് ഞാൻ ഉപയോഗിച്ച അതേ ഡ്രസ്സ് തന്നെയാണ് ഇത്. ഇതില് എന്ന് പറഞ്ഞൊരു കേറില് കയറിയിട്ട് എൻ്റെ ഒരു നിപ്പുണ്ട്, അതിനകത്ത് ഒരു 8 സ്റ്റെപ്പ് തീർന്നു. വെൽക്കം ദിലീപ്, വിനീത് കുമാർ ആൻഡ് രാജേഷ് രാഘവൻ. സ്വാഗതം ദിലീപ് ഏട്ടാ. രാജേഷ് ബ്രോ സ്വാഗതം. ദിലീപ് എന്ന വ്യക്തിയുടെ പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ എന്തുവാ? നിങ്ങൾ എന്നോട് തന്നെ ചോദിക്കരുത്. ഞാൻ സ്കൂളിൽ തുടങ്ങിയുള്ള പ്രണയമുള്ള ഒരാളാണ്. സ്കൂള്, കോളേജ്, പല സ്ഥലങ്ങളിൽ പ്രണയം ഇപ്പോഴും ഉള്ള ഒരാളാണ്. കാരണം പ്രണയം നഷ്ടപ്പെട്ട നമ്മൾ വെറും അല്ലേ ഒരു അതെ പ്രണയന്റെ മഞ്ജു കേൾക്കണ്ട. പ്രണയം വേറൊരു ഫീലാണ് ശരിക്കും അല്ലേ? എല്ലാവർക്കും, നമ്മൾ മിക്ക ആൾക്കാർക്കും പ്രണയം സംഭവിച്ചിട്ടുണ്ടാവും. സ്കൂളിലുണ്ടാവാം, കോളേജിലുണ്ടാവാം, അല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള ലൈഫിലുണ്ടാവാം. അത് പല പല ആംഗിളാണ്. നമ്മുടെ കാഴ്ച ലവ് ഈസ് ഡിവൈൻ എന്ന് പറയുന്ന രീതി തന്നെയാണ്. ഈ സിനിമയിൽ എല്ലാവരും പ്രണയം ഭയങ്കരമായിട്ട് വർക്കൗട്ടായി എന്ന് പറയുന്നത് എൻ്റെ കാമുകം മരിച്ചിട്ടില്ല എന്നുള്ളത് അല്ലേ? ഒരു അല്ലേ ഒരു അടിവരയിട്ട് ഉറപ്പിക്കുന്നു എന്നാണ് വലിയ സന്തോഷം. ഞാൻ എൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തെല്ലാം വിനീതിൻ്റെ അടുത്ത് ഞാൻ പറയും, ചേട്ടൻ്റെ കോമഡി നമുക്കറിയാം, അത് അവിടെ 100% സേഫാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇതിലിഷ്ടം ചേട്ടൻ അതിൽ പ്രണയം ചെയ്യുന്ന കാണാനായിരുന്നു. ഞാനത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സമയത്ത് വന്ന് മോണിറ്റർ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് സാറ്റിസ്ഫാക്ഷനോടെ തിരിച്ചു പോകും. കാരണം ഈ സിനിമയുടെ കോർ അല്ലെങ്കിൽ അതിൻ്റെ സോൾ എന്ന് പറയുന്ന ആ പ്രണയമാണ്. ബാക്കി ഹ്യൂമർ അതിൻ്റെ മേമ്പൊടിയായിട്ടുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻ എല്ലാം നിൽക്കണമെങ്കിൽ ആ പ്രണയം വർക്കാവണം. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ ജനറേറ്റ് ചെയ്ത് വരുന്നത് അറിയാം. ഈ പവിയും മായായിട്ടുള്ള ആ കണക്ഷൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അത് ഞാൻ ആക്ച്വലി അതിനകത്ത് വോയിസ് ഓവേഴ്സ് ഞാൻ ആദ്യമേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആ റെക്കോർഡ് ചെയ്തിട്ട് ഞാനതവിടെ പ്ലേ ചെയ്തിട്ടാണ് ചേട്ടൻ്റെ ഷോർട്സ്, കൗണ്ടർ ഷോർട്സ് ഒക്കെ എടുത്തത്. ബിഫോർ ഷൂട്ട് തന്നെ അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സീൻ ചെയ്യുമ്പോൾ മ്യൂസിക്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്സ് ചെയ്തിട്ടില്ല, സീൻസിന്റെ മാത്രം ഞാൻ റെഫറൻസ് മ്യൂസിക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് കിട്ടാനും എനിക്കത് കേൾക്കുമ്പോൾ ഇതെന്തായാലും വരാൻ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് അതിന് അനുസരിച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിന് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പറയുമ്പോൾ വേറെ ആംഗിളിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അത് നമുക്ക് ഈസി. അപ്പോൾ വിനീതാണ് ആ ഐഡിയ പറഞ്ഞത്. വിനീത് കേൾപ്പിച്ചപ്പോൾ തന്നെ നമുക്കതൊരു വേറെ ഫീലായി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ കുറിപ്പും പാട്ടും ഇയാളുടെ ഇതൊക്കെ വേറൊരു ഭയങ്കര മൂഡിന് അതാണ് ആ പടത്തിലെ ജനങ്ങളെ അതിൻ്റെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് നമ്മുടെ സിനിമ കണ്ട ആൾക്കാർ എല്ലാവർക്കും അതിൻ്റെ ആ ട്രാവല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രണയത്തിൻ്റെ കൂടെ അവർ കയറി അതിനകത്ത്. വോയിസ് ഓവർ ചെയ്ത ആർട്ടിസ്റ്റ് തന്നെയാണ്. അതിനകത്തൊരു സോങ് ഉണ്ട്, പഴയ ഒരു മോഹം കൊണ്ട് എന്ന് പറയുന്ന സോങ്. അപ്പോൾ അവർ തന്നെയാണ് പാടിയത്. അത് സിംഗറാണ്, ആനമിയാണ് അത് ചെയ്തത്. അപ്പോൾ ആനെ കൊണ്ട് തന്നെ ഞാനത് പാടിച്ചിട്ട് ഞങ്ങളത് ഷൂട്ടിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തിരുന്നു. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനത് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആനത് പലതവണ അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് പാടിയ ഫീല് കിട്ടുന്നില്ല. കാരണം അന്ന് പാടുമ്പോൾ അത്രയും ഡബ് ചെയ്ത് ആ ക്യാരക്ടർ ഇങ്ങനെ ഡെവലപ്പായി ആ സ്റ്റേജിലാണ് അത് പാടിയത്. അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചെനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു, വിനീത് എനിക്കത് അന്ന് ഞാൻ ഒരുപാട് തവണ അറ്റംപ്റ്റ് ചെയ്തു, പക്ഷേ ആ ഫീലിൽ വരുന്നില്ല.
അത് ഓക്കെ ആണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതേ ട്രാക്ക് തന്നെ അന്ന് പാടിയ അതേ ട്രാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ഭയങ്കര മൂടാണ്. ഭയങ്കര സിനിമയിൽ അത് വർക്കായത്. ആ ഏരിയയൊക്കെ മിഥുൻ നന്നായിട്ട് മ്യൂസിക്കും മിഥുന് ഭയങ്കരമായിട്ട് നമ്മളെ നമുക്കുള്ള പേടിയാണ്. ഞാൻ എപ്പോഴും ഇതിൻ്റെ അടുത്ത് വിനീൻ്റെ അടുത്ത് പറയും, മ്യൂസിക് ഇതിന്റെ ഹാർട്ട് ബീറ്റാന്ന് പറയുന്ന ആ ഒരു സാധനമുണ്ട്. കാരണം ലവ് സ്റ്റോറീസ് എപ്പോഴും മ്യൂസിക്കിലാണ്. അപ്പോൾ അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യമായി പ്രണയിച്ച ഒരു കുട്ടിയുടെ പേര് പറയാൻ പറയുന്നത് സത്യം ഞാൻ പറയില്ല. പക്ഷെ പേര് ഞാൻ പറയില്ല. എനിക്ക് ആദ്യം തോന്നിയ നമുക്ക് ഫസ്റ്റ് ക്രഷ് ഉണ്ടാവാന്ന് അറിയില്ലേ, ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എത്ര വയസ്സിലാണ്? ഞാനൊരു 8-ൽ 9-ലൊക്കെ പഠിക്കുമ്പോൾ, ടീനേജില് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന സമയത്തുണ്ട് 10-ൽ ഒക്കെ ആയപ്പോൾ. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. പിന്നെ ഡിഗ്രിക്ക് ഞാൻ അവരെ കാണുന്നുണ്ട്. അപ്പോഴും സംസാരമില്ല, ചിരിക്കും. പക്ഷെ ഇന്ന് അവരെൻ്റെ നല്ല സുഹൃത്താണ്. കാരണം ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ അവരവരുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷം ദിലീപ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഇയാള് ഞാൻ അവിടെ കണ്ടിരുന്ന തോന്നി സ്കൂളിലാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം എനിക്ക് മെസ്സേജ്, ഇസ് ദിസ് ഗോപാലകൃഷ്ണൻ, ഞാൻ ഇന്ന ആളാണ്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കണേ. ഇപ്പോഴും കോണ്ടാക്ട് നല്ല സുഹൃത്താണ്. ഒരു ഫാമിലിയും ഒക്കെ നമ്മൾ അല്ല. പിന്നെ ആളുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പണ്ടിന്റെ ക്രഷായിരുന്നു. അങ്ങനെ പറയാനുള്ള ധൈര്യം ചിലപ്പോൾ അതോടുകൂടി ഈ സൗഹൃദം പോകും. പിന്നെ മാത്രമല്ല ആ പ്രായത്തിലുള്ള ഇന്റർവ്യൂ അല്ല ഞാൻ പറഞ്ഞത് ആ പ്രായത്തിലുള്ള ഇതൊക്കെ പിന്നീട് വലുതാകുമ്പോൾ അത് രസമല്ലേ. ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാവുന്ന ഒരു കാര്യങ്ങളെന്ന് പറയില്ലേ. ഒരു പ്രൈം ടൈം ചർച്ചയിൽ സിനിമ മാറി ദിലീപ് മാറിയിട്ടില്ല, പഴയ കോമഡികൾ തന്നെ എന്ന് പറയുന്നത് ഒരു പ്രൈം ടൈം ചർച്ച തന്നെ അതിൽ വച്ചിട്ടുണ്ട്. അപ്പം ഈ ചർച്ച ചെയ്യുന്ന ആൾക്കാരെ പവിക്കാട്ടുകാർ കണ്ട ആൾക്കാരാണ് അല്ല. അപ്പൊ പിന്നെ എന്ത് പറയാൻ, കാണാത്ത ഒരാൾ വായി തോന്നുന്നു പറഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെ എന്ത് പറയാനാണ്. സിനിമ മാറി എന്നതിനപ്പുറം ഇപ്പൊ ദിലീപേട്ടൻ തന്നെ പറഞ്ഞു, ഇപ്പൊ ഈ പഴയ തരത്തിലുള്ള കോമഡികൾ സോഷ്യൽ മീഡിയയിലും ഇത് പടം ആളുകൾ സ്വീകരിച്ചു. പക്ഷേ ഇതിങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ദിലീപിന്റെ സിനിമ വരുന്നു, ഒന്നുകിൽ എന്ന കേസിന്റെ എന്തെങ്കിലും എടുത്തിട്ടേക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറഞ്ഞേക്കാം. ഈ മനസ്സെങ്ങനെ സ്ട്രെസ്സിൽ നിന്നൊക്കെ കൂളായിട്ട് വയ്ക്കാം. അല്ല ഇതിലിപ്പോ കൂളല്ലേ. ഇപ്പൊ ബായി പറഞ്ഞില്ലേ, ആ സിനിമ ഇവരാരും കണ്ടിട്ടില്ലെന്ന് അവരാ ചർച്ചയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കുറെ ആൾക്കാർ പറയുന്നതിന് നമ്മൾ എന്ത് പറയാനാണ്? അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കി എൻ്റെ മെക്കട്ടേക്ക് കയറുന്നതല്ലാതെ അതങ്ങനെ അതിൻ്റെ വഴിക്കെടുക്കും. ഇതെല്ലാം തിരിച്ചറിഞ്ഞോണില്ലേ ജനങ്ങൾ. ഇപ്പം കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കീറി മുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ. ഇപ്പം ഈ സിനിമ കണ്ട് ഇത്രയും ആൾക്കാർ അത് ചിരിക്കുന്നു, അത് ഫോളോ ചെയ്യുന്നു, ഈ സിനിമയ്ക്ക് ആൾ വരുന്നു എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിന് പവി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, അയാളുടെ പ്രണയത്തിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു, ഞങ്ങളിങ്ങനെ ടെൻഷനിൽ ഇതെന്താ ഇത്, അതുപോലെ ബ്രോ ഭയങ്കര ഇത് നിങ്ങളുടെ ഒരു കെമിസ്ട്രി, ഈ നായായിട്ടുള്ള കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നായകന്മാരുടെ ഇഷ്യൂസ്, പിന്നെ ഇമോഷണൽ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങളെ വിഷമിപ്പിക്കും വേറെ ടൈപ്പിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ഇവർ ഭയങ്കര ആവേശത്തിലാണ് പറയണേ. സിനിമ കണ്ട ആൾക്കാരാണ് സംസാരിക്കുന്നത്. അവരതിനകത്ത് നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമ്മളാ പറയുന്നതിന് കാര്യമുണ്ട്. അല്ലാണ്ട് കുറച്ച് ആൾക്കാർ ഒരു മുറിക്കകത്ത് ക്യാമറ വെച്ചിരുന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മൾ ആ രീതിക്ക് കാണാൻ അങ്ങനെ വിടുക, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാൻ? ഇത് ഇന്നൊരു തുടങ്ങിയ പരിപാടിയല്ലോ, അപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നി. അല്ല ഞാനതാ പറഞ്ഞത്, സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കഥാപാത്രത്തിനെ തന്നെ വേറൊരു കഥാപാത്രത്തെ കൊണ്ട് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും പറയുന്നുണ്ട്, അല്ല ഭാവിയേട്ടാ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്ക്, നിങ്ങൾ ഈ ആകാശവാണിയും കണ്ടതും കേട്ടതും ഇരിക്കുക എന്ന് പറയാം. ഇയാൾ ആ പഴമയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇയാളുടെ രീതികളും ശീലങ്ങളും ഒക്കെ ആ ടൈപ്പാണ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ആൾക്കാർ ഇപ്പോൾ ഈ ഭയങ്കരമായിട്ട് ഇൻ ചെയ്ത് അങ്ങനെയാണെങ്കിൽ പോലും അവർ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ തന്നെ വേറെ ആയിരിക്കും. ഇയാൾ പഴയ ആ ഒരു രീതിയിൽ തന്നെ പോകുന്ന ഒരാളാണ്. അത് അപ്ഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഞങ്ങളൊക്കെ ആക്ടേഴ്സാണ്. അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് കഥയും കാര്യങ്ങളും കൊണ്ടുവരുന്ന റൈറ്റേഴ്സും ഡയറക്ടേഴ്സുമാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അപ്ഡേറ്റ് ചെയ്താലും ഞാനും ഇതാവും. അല്ല എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ തോന്നിയതിന് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നെ ഫൈനൽ ഞാൻ വിനീതിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ പക്ക ഓക്കെ പറഞ്ഞ ആൾ വിനീതാണ്, ഞാനല്ല. ദിലീപേട്ടാ, മീനാക്ഷിയൊക്കെ സിനിമ കണ്ടിരുന്നോ? മീനാക്ഷി ഇന്ന് കാണുള്ളൂ. മഹാലക്ഷ്മിയാണ് കണ്ടത്. മഹാലക്ഷ്മി ഇന്നലെ കണ്ടു. മഹാലക്ഷ്മി അപ്പം അതിനകത്ത് തിയേറ്ററിൽ പൊട്ടിച്ചോ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത്. ഒരു 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ലേ, ഒരു ദിവസം തുടങ്ങുന്നില്ലേ, രാത്രിയിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, രാവിലെ തുറന്ന് ഫ്ലാറ്റ് തുറന്ന് വന്നു, ചാവിയോടെ വെച്ചു, ഇത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷർട്ട് അഴിക്കുക.
മറ്റേ ഷർട്ട് അഴിച്ച് പാൻറ് ഊരുന്ന പോലെ ഇതാവാം. അപ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ് തിയേറ്ററിൽ. അപ്പോൾ വേഗം വിടും, അമ്മ അച്ഛൻ എന്തേ കാണിക്കണേ, എല്ലാവരും കാണല്ലേ ഡ്രസ്സ്. ഇവള് ആകെ ഇതാ. അത് കഴിഞ്ഞിട്ട് ഇവള് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൊടി തുമ്മിയിട്ട് വീഴൂലേ, ആ സമയത്ത് ഇത് പട്ടി ഞാൻ ആ സമയത്ത് ഇവൾ ഒരൊറ്റ ചിരിയിരിച്ചു. പിന്നെ ഇവക്ക് തോന്നി അവളുടെ അച്ഛൻ വീണപ്പോൾ ചിരിച്ചത് തെറ്റായി. അപ്പം ഐ എം സോറി അമ്മ, ഞാൻ അതിനല്ല ചിരിച്ചത്, അത് എനിക്ക് ഹേർട്ട് ചെയ്തു. കാരണം അച്ഛൻ വീണതിൽ ഞാൻ ഭയങ്കര ആ ഫീലിലായി. ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ആര് വീണാലും നമ്മൾ പെട്ടെന്ന് ചിരി വരുന്നത് ഒരു ജെനുവിൻ റിയാക്ഷനാണ്. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ വന്നിട്ട് അവിടെ ഒരു ടീപ്പോയി പോലെ ഉള്ളതുണ്ട്, അതിലിരുന്നു. ഈ ടീപ്പോയുടെ 4 കാലി ഇങ്ങനെ ആയിട്ട് ടീച്ചർ പറഞ്ഞു ചോദിച്ചു. ഞാൻ ഒരു ചിരി ഇരിച്ചു. ബാക്കി എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചിരി നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുക. എല്ലാവരും ഞാൻ അത് കുറ്റം ചെയ്ത പോലെ ഞാൻ വരി തീർന്ന് ടീച്ചർ എഴുന്നേറ്റ് ഇന്ന് എന്നെ തല്ലിത്തറുടെ. ടീച്ചർ എഴുതുന്നത് ഗോപാലകൃഷ്ണനാണ് കറക്റ്റ് അയാൾ. നിങ്ങൾ ഒരിക്കലും ഒന്നിനും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന റിയാക്ഷൻ ചിരിയായിരിക്കും. കാരണം ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്, ടീച്ചറിന്റെ വീഴ്ച പറഞ്ഞിട്ട് ഇവരെന്നെ പോസിറ്റീവാക്കി. ഞാൻ തകർന്ന്, ഞാൻ വിചാരിച്ചു ഞാൻ റിയലേ ചിരിച്ചു പോയതാ എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ നിമിഷത്തിൽ ഞാൻ ആരാന്നോ നിങ്ങൾ ആരാന്നൊന്നും അല്ല, ആ പെർട്ടിക്കുലർ ഇൻസിഡന്റിനെ നമ്മൾ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്, ഓട്ടോമാറ്റിക്കലി വന്നു പോയതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനകത്തൊരു സാധനം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കാല് പൊക്കി കഴിഞ്ഞു ചാടി ഇതായി കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞ് പാൻറ് കീറിപ്പോയി. ഞാൻ ടക്കെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത് എൻ്റെ ബാക്കിൽ 2 നായകന്മാരെ തക്കറന്ന് ഞാൻ ബാക്ക് കയറിയേക്ക. ഇവര് ബാക്കില് തിരിഞ്ഞു നോക്കും. ഞാൻ നോക്കി ഉടനെ ഇവരെന്താ വെച്ചാൽ ക്യാമറ റണ്ണിങ്ങിലാ. നോക്കുമ്പോൾ ഇവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കണ്ട, ഇവർ ഇങ്ങനെ നിൽക്കണം. കാരണം ഞങ്ങളിത് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഹലോ നിങ്ങളെ ഷൂട്ടിൽ എവിടെ നോക്കി നിന്നെ എന്താ ഒന്നും അറിയാത്ത പോലെ റഷ് എടുത്ത് കാണാം. അപ്പൊ പ്രസൻസ് ഓഫ് മൈൻഡ്. കാരണം ഞാൻ തകർന്നു എന്നും അത് അവർ കണ്ടു എന്നുള്ളതിൽ ഞാൻ ഹേർട്ടാവണ്ടെന്നുള്ള ഒട്ടനെ ആ സെൻസ് അവർക്ക് വർക്ക് ചെയ്തത്. അവരൊന്നും കാണാത്തൊരു വേറെ എന്തോ നോക്കിക്കിടും. എനിക്ക് കാർണിവൽ സിനിമയ്ക്കകത്ത് ബൈക്കിൽ കയറുമ്പോൾ സെയിം ഇതേപോലെ എനിക്കൊരു അബദ്ധം മീശമാധവന് പറ്റിയിട്ടുണ്ട്. മീശമാധവന്റെ അമ്മയുടെ ഷോ നടക്കുന്ന സമയത്ത് മീശമാധവനൊക്കെ ഭയങ്കര ഹിറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞാനും ജ്യോതി തന്നെ തോന്നുന്നു മീശമാധവൻ ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ ഡാൻസിന്. അപ്പോൾ ഈ ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കണം തുടങ്ങിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു വരും. അപ്പം ഞാനും ജ്യോതി തന്നെ നിൽക്കും. ഞങ്ങൾ വന്നു. ഈ വന്നിട്ട് ആദ്യത്തെ ഒരു ഇത് കാണിച്ചില്ലേ, മീശമാധവനിൽ അന്ന് ഞാൻ ഉപയോഗിച്ച അതേ ഡ്രസ്സ് തന്നെയാണ് ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് കാലമായതുകൊണ്ട് മൊത്തം പഴകി. ഈ ഇതില് പറഞ്ഞൊരു കീറില് കീറിയിട്ട് എൻ്റെ ഒരു നിപ്പുണ്ട്, അതിനകത്ത് ഒരു 8 സ്റ്റെപ്പ് തീർന്നു. പിന്നെ എനിക്കിത് എവിടെ ഇട്ട് പിടിക്കണതുമില്ല. എന്നിട്ട് ഇപ്പോഴും കണ്ടോളൂ, ഞാനും ജ്യോതിയോട് ഡാൻസ് ചെയ്യുന്ന അതിനകത്ത് എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാം ബാക്ക് ഓപ്പണായി സംഭവത്തില് നിൽക്കുകയാണ് ഞാൻ. ഒട്ടന്നെ അതൊക്കെ പോയി എൻ്റെ മനസ്സിൽ. എൻ്റെ 8 സ്റ്റെപ്പ് തീർന്നു. എൻ്റെ ആ താളം പോയി. നിന്നിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം മൊത്തം. ദിലീപേട്ടൻ്റെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ CID മൂസയിലൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു, റിംഗ് മാസ്റ്ററിലൊരു നായക്കുട്ടിയുണ്ട്, ഇപ്പോൾ പവിക്കകത്തും ഒരു പട്ടിയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഉദയകൃഷ്ണ CBK തോമസ് അറിഞ്ഞ് ചെയ്ത ഡയലോഗാണ്, പട്ടിയായിട്ടാ മോൻ്റെ കളി. അപ്പൊ ഇത് ഷോട്ടൊക്കെ വയ്ക്കുമ്പോൾ വലിയ പാടല്ലേ? ഇതിലും വന്നിട്ടുണ്ട്, ശൃംഗാരവേലിലും ഉണ്ട് ഞങ്ങളൊരു നായ കോമ്പിനേഷൻ. പിന്നെ ഒരു ചെറിയ കോമ്പിനേഷൻ ഉള്ളത് രസികലില് ജാങ്കോ ചെറുതാണെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലായി, ഡയലോഗ് ഉൾപ്പെടെ വൈറലായി ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഇതായത് അർജുനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയാന. റിമാസ്റ്ററിൽ ഒരുപാട് നായ്ക്കുട്ടികളുണ്ടായിരുന്നു.
ഒരുപാട് നായ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞ ഇവർ കഥ പറഞ്ഞപ്പോൾ തന്നെ ബ്രോ എന്ന് പറഞ്ഞ ഇവരുടെ ഇയാളുടെ ഒരു കൂടപ്പുറപ്പിൽ ഇയാൾക്ക് വേറെ ആരും ഇല്ല. ഇയാൾ കുടുംബ വെച്ചാൽ 10-18 വർഷം ഗൾഫിലായിരുന്നു. അതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോന്നു. ഇയാൾ അന്നത്തെ കാലത്ത് ജീവിച്ചത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇയാളുടെ കാര്യങ്ങൾ ഇയാൾക്കൊരു നല്ല ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി ആരും അതിന് നിന്നില്ല, മുതിർന്നിട്ടില്ല. അവരെല്ലാവരും അവരവരുടെ ലൈഫ് സെക്യൂർഡ് ആക്കാനേ നോക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിൽ ഇവിടെ വന്ന ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർടേക്കർ, നൈറ്റ് സെക്യൂരിറ്റി, ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഇയാൾക്ക് ഒരു സന്തത സഹചാരി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളുള്ളത് ഈ ബ്രോയാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ നിന്ന് നായ വേണം എന്നൊക്കെയുള്ള ചർച്ചകളായി. അങ്ങനെയാണ് ഞങ്ങൾ അവസാനം ഒരു നായയെ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ 6 മാസമുള്ള ഒരു ഗോൾഡൻ റിട്രീവർ ലാബ് അപ്പോൾ വാങ്ങിച്ചിട്ട് അതിന് ഞങ്ങൾ ബ്രോ എന്ന് പേരിട്ടു. അപ്പോൾ ബ്രോ എന്നൊക്കെ പറഞ്ഞ് എഴുതിയ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന്, അപ്പോൾ പിന്നെ വേറെ പേരും തപ്പണ്ട, ബ്രോ എന്ന് തന്നെ പേരിട്ട് അതിനെ ബ്രോ എന്ന് വിളിപ്പിച്ച്, എന്നല്ലാണ്ട് പെട്ടെന്ന് ബ്രോ എന്ന് വിളിക്കുമ്പോൾ നോക്കുള്ളൂ. അങ്ങനെയൊക്കെ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണ്. സ്കൂട്ടറിൽ കയറണം, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യിപ്പിച്ചാണ് അതിനെ കൊണ്ടുവന്നത്. ക്ഷമ വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഷൂട്ട് ചെയ്യുന്നതിന് ക്ഷമ ഇതുണ്ട്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് കുറേ സാധനങ്ങൾ കറക്റ്റ് ഫസ്റ്റ് ടേക്കിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ചിലത് നമുക്ക് വേണ്ട റിയാക്ഷൻ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അത്. ഇപ്പോൾ ചേട്ടൻ്റെ കൗണ്ടർ എടുക്കുമ്പോൾ അതിന് ചേട്ടനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചില പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിച്ചൊക്കെ നോക്കും. അങ്ങനെയുള്ള കുറേ ക്യാപ്ചർ ചെയ്തിട്ട് ടൈം എടുത്തിട്ട് ചെയ്ത പ്രോസസ്സാണ്. അങ്ങനെയുള്ള ഷോട്ടുകൾ തിയേറ്ററിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് ഷോട്ടാന്ന് ഇപ്പം നമ്മൾ പറയുന്നില്ല, പിന്നത്തെ ഇന്റർവ്യൂവിൽ പറയാം. കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇതാട്ടാ ഇത് പറഞ്ഞേ എന്നൊക്കെ തോന്നുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ പക്ഷെ നല്ല രസമായിട്ട് നായ നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ ടോട്ടൽ ഇത് കഴിഞ്ഞ് വിനീത് എഡിറ്റഡ് ഫോമായിട്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വിനി ബ്രോയ്ക്ക് ഭയങ്കര പേരായിരിക്കും കേട്ടോ, നമ്മളിത് എങ്ങനെ ഷൂട്ട് ചെയ്തു. ഒരു ട്രോൾ വന്നിട്ടുണ്ട്, അതായത് മൃഗങ്ങൾക്ക് നാഷണൽ അവാർഡ് ഉണ്ടെങ്കിൽ ബ്രോക്ക് അല്ല ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഭയങ്കര റെസ്പോൺസ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ 2 പേരാണ് ഇതിൽ അഭിപ്രായം നേടിയിരിക്കുന്നത്. ഒരു മരപ്പട്ടിയും ഒന്ന് ബ്രോയും. അപ്പം മരപ്പട്ടീനൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, ഭയങ്കര ക്യൂട്ടാണ്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഇതെന്തായിരിക്കും കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, ഇതിനോടുള്ള ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിനീൻ്റെ നിന്ന് പതുക്കെ ഇത് വീഡിയോ മറ്റേ ഫോണിൽ വാങ്ങിച്ചിട്ട് പതുക്കെ കൊണ്ടുപോയിട്ട് പതുക്കെ ഞാൻ മഹാലക്ഷ്മിനെ കാണിച്ചു. ഇതിൻ്റെ നമ്മളെ ഒരാളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതിലൊരു അനിമലുണ്ട് നോക്കിക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവളിങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പെട്ടെന്നുള്ള ഇവൻ്റെ എൻട്രി. ഞാൻ പറഞ്ഞു ഇതാണ് മരപ്പട്ടി, കണ്ടോ. പിന്നെ അത് ഞാനും തമ്മിലുള്ള വിഷയങ്ങൾ കണ്ടപ്പോൾ അച്ഛാ ദിസ് ഈസ് സോ ക്യൂട്ട്. ഞാൻ പറഞ്ഞു ഇതിന് വേണ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അതിനെ ഈ പേടിയേക്കാൾ കൂടുതൽ ഇവർക്ക് ഒരു പുതിയൊരാളെ കിട്ടിയ കൗതുകം ഉണ്ടല്ലോ, ആ കൗതുകം വലിയ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ടോക്ക് ഓഫ് ദ ടൗൺ പോലെ ആയിക്കാണ് ഇപ്പൊ മരപ്പട്ടി. ഇപ്പൊ ഒന്നാമത് സജീവമായിട്ട് കേരളത്തിൽ പല സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കയ്യിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. മീൻസ് ഈ ഫിലിമിൽ ഞാനും മരപ്പട്ടി നമ്മൾ കിച്ചൺ ഫൈറ്റ് ഭയങ്കര ടോക്കായിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. ദൈവം അനുഗ്രഹിച്ച് നമ്മൾ വിചാരിച്ച സാധനം വർക്കൗട്ട് ആയി. കുറേ എഫേർട്ട് അതിന് വേണ്ടിയിട്ട് 2-3 നൈറ്റ് ഷൂട്ട് ചെയ്തിട്ടാണ് അത് തീർത്തത്.